എന്താ അനിയനിവിടെ പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈ കൊണ്ട് തന്നെ വെള്ളവും കൊടുക്കും. അതാ കൊച്ചു വർക്കി. കുറച്ച് ദിവസം ഉണ്ടോ അവിടെ? ചിലപ്പോ. അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലി എടുത്ത് തന്നെ. മുതലാളി ചായ. നിനക്കൊരു ഉടവുമില്ലല്ലോടി രായമ്മേ. നല്ല മെഴുമെഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് 2 തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കേ. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ചെക്കൻ പറഞ്ഞ് പറ്റിച്ച ആ കുമാരൻ അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ 2 ദിവസം കൂടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്. അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചു വർക്ക് മുതലാളി തന്നെ വേണം. ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്ന് നിന്നേടി. നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? അത് നീ കണക്ക് വയ്ക്കാനൊന്നും നിൽക്കണ്ട. സണ്ണിച്ചനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീർവായിട്ടും ആ പുരേ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്നും വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം 3-4 ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചോ? അല്ല, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോലെ. അതാ മുതലാളി കുഴപ്പം. പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാത്. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ 2 നേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്ക് എന്താ? പോട്ടെ. രാജമ്മേ, ഒരു ചായ. വേലായുധോ, വിട്ടുപിടി. എന്താ രാജമ്മേ വേലായുധനൊരു ചുമ? കൊച്ചുവർക്കി മുതലാളിയുടെ ചോറ് എല്ലിന്റെ ഇടയിൽ കയറി തുടങ്ങിയിട്ടുണ്ടവന്. അത് എത്ര നാളത്തേക്കുണ്ടാവും? കൈതക്കാടൻ മാത്തും മുതലാളി അടയും ചക്കരയും അല്ലായിരുന്നോ? എന്നിട്ടിപ്പ എന്തായി? മാത്തു ചുണയുള്ളവനായിരുന്നു, ഇവൻ പേടിച്ചു തൂറി. നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ നെടല് കണ്ടാ പറക്കണ ചെക്കനായിരുന്നു. ഓ, ഇപ്പം വലിയ കേടിയാത്രേ. പോലീസിന്റെ കുപ്പായം കണ്ട ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും. വടക്ക് നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോകാറായില്ലേ? നേരെ വെളുത്തപ്പ തുടങ്ങിയ ഇരിപ്പ കീറിയിൽ നോക്കാൻ. പിന്നെ പുട്ടും കള്ളാരും കാണാത്തതല്ലേ? ഞാൻ ഈ പേപ്പർ നോക്കിയായിരുന്നു. നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ? പോയിന്നാ നാളെ പോണം. 2 ദിവസമായിട്ട് ഒരു സുഖമില്ല. എന്താണാവോ? ഇവൻ പണിക്ക് പോവും. 2 ദിവസം പോയാ പിന്നെ 1 മാസത്തേക്ക് മേലനങ്ങില്ല. പിന്നെ ഈ കിറി നോട്ടം തെണ്ടിത്തീറ്റയാ. ഓരോരോ ആമ്പിള്ളേര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം. ഇവൻ ഈ കുശുമ്പും പൗശന്യം പറഞ്ഞ് കവല നിരങ്ങണതാ ഇഷ്ടം. ഈ രാജമ്മ ചേച്ചിയുടെ നാക്ക്. ഞാൻ മീൻ പിടിക്കാൻ പോവാ. എത്രയായി? 1.5. രാജമ്മ ചേച്ചി, നല്ല പുഴമീൻ വേണം ഉച്ചക്ക്. കൊണ്ടാ. നല്ല വാള കൊണ്ട് തരാം. 2 ലക്ഷം പുട്ടു, ഒരു ഇച്ചിരി കള്ളഞ്ഞെന്ന്. മീൻ കൊണ്ടുവരുമ്പോ കണക്ക് പറയാന്നേ. ഗോവന്നൻകുട്ടിയെ, വേല രാജമ്മയുടെ അടുത്ത് വേണോ? മീൻ കൊണ്ടെന്ന് തരുമ്പോ പുട്ട് നിന്നാ മതി കേട്ടാ. ചേച്ചി, ഞാൻ പോവാ. കുറിക്കമ്പനികളൊക്കെ പൊളിയാണെന്ന് കേൾക്കണുണ്ടല്ലോ. നിന്റെ കമ്പനിയും പൊളിയോടാ. അതിന് ഞങ്ങളുടെ കുറിക്കമ്പനി അല്ലല്ലോ. നാട്ടുകാരുടെ മുതൽ തട്ടിക്കാനും കരക്കാരുടെ കാശ് കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ. അവന്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ. എങ്കിൽ പിന്നെ കടവും ചോദിച്ചു വരണ എന്തിനാ? വേറെ വഴി വേണ്ടേ? രമേശ, ടൗണിൽ പോണുണ്ടെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. സൂക്ഷിച്ചോ, രാമൻകുട്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്.
ബ്രാൻഡ് കച്ചവടം. ഷാപ്പുകാരാണ്ട് ഉറ്റി കൊടുത്തതാ. ആ അറിഞ്ഞ രാജമേനെ നാട് കടത്തും. ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട്. പേടിപ്പിക്കല്ലേ. ഏയ് നിങ്ങൾ പോയില്ലേ? വാ ഒരു ചായ കുടിച്ചിട്ട് പോ. ഹലോ, രവിയുടെ കൂട്ടുകാരനല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടെയാ നാട്? നാടില്ല. നീ പേരുണ്ടോ ആവോ? ഉണ്ട്, ചന്ദ്രൻ. ചോദിക്കണതിൽ വിഷമം തോന്നരുത്. രവിയുടെ കൈ കുറച്ച് കാശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ശരിയായിരിക്കും. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? രാജമേ, പറ്റു വൈകിട്ട് തീർക്കാം. തീർത്തേക്കണം. എന്ന് പോവും? ഉടനെ ഇല്ല, ഇത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോവും. ഇവിടെ വണ്ടിക്ക് സ്ഥിരം പണി വല്ലതും കിട്ടുമോ? പണിയൊക്കെ കിട്ടും. പുഴയിൽ മണലല്ലേ കിടക്കണേ. ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ. സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ. പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത്. സണ്ണിച്ച മുതലാളി വഞ്ചിപ്പരയിലുണ്ട്. അതാ അവിടെ. നീ അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്, ആളുകൾ കാണുമെന്ന്. പിന്നെ ആളുകളുണ്ടാകും വിഴുങ്ങും. ഇവറ്റകളുടെയൊക്കെ ഡിമാൻഡ് കാണുമ്പോഴാണ്. എങ്ങനെയുണ്ട്? മോശല്ല. വണ്ടിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടിയേ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അങ്ങനെയില്ല, കുറച്ച് ദിവസം. ചന്ദ്രു എന്നല്ലേ പേര്? അതെ. മണൽ തരാം. വല്ല പാർട്ടി കൊണ്ട് അടിച്ചോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു കാര്യം ചെയ്യും, ലോഡ് എടുത്തു. ടൗണില് മാത്യു പോൾ എന്ന ഒരാളുണ്ട്. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. കോൺട്രാക്ടറാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ. എന്താടാ? ലോഡ് കയറ്റി കഴിഞ്ഞു. രണ്ടു ദിവസം കാണാതെയായിപ്പോ നാട്ടിൽ പോയിട്ടുണ്ടാവും വിചാരിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. രമണി അവള് കിടപ്പ് തന്നെയാ. ഇങ്ങനെ മനസ്സ് നൊന്ന് കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവനുണ്ടെന്നുള്ള വിചാരം വേണ്ടേ? രവിയുടെ സാധനങ്ങളാ, എല്ലാം ഇതിലുണ്ട്. കുറച്ച് കാശുണ്ട്. വീട് കെട്ടണമെന്ന് വലിയ ആശയായിരുന്നു അവന്. അതിനുവേണ്ടി കൂട്ടി വെച്ചതാ. കരയാണ്ടിരിക്കാൻ പറ. ഇത് കേൾക്കാണ്ടിരിക്കാനാ കുറെ ദിവസം ഞാനിങ്ങോട്ട് വരായിരുന്നേ. എന്റെ രമണിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. രവിയുടെ ആശ അത് നടത്തണം. എന്നിട്ട് ഞാനിവിടെ നിന്ന് പോവും. എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട. കാശിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതൊക്കെ പറയുന്നു.
ചോറുണ്ടിട്ട് പോവാ. വേണ്ട, ഞാൻ പുറത്തുനിന്നുണ്ടു. മോനെ, പോണത് വരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കാം. ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് വണ്ടിയിൽ തന്നെ കിടന്നോളാം. അതാണ് ശീലം. ഏയ് അച്ഛനെ, ഹലോ. അച്ഛനെ ഒരു 150 വേണമല്ലോ. നല്ല തണുപ്പ്. കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാരിറങ്ങാൻ പാടില്ലേ? 50, 100 ഒന്നും അളക്കാൻ പറ്റില്ല. കുപ്പിയായിട്ട് വേണം. എന്നാ ഒരു അരയിട്. ബാക്കി ആളെ മേടിച്ചോ. ഓ, ഒരു തുള്ളി എനിക്കും തരുമോ? വല്ലാതെ തണുക്കുന്നു. എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക. ചന്ദ്രു എന്നല്ലേ പേര്? ഇത്തിരി തരുമോ എനിക്ക്? ജാനമ്മയുടെ വീട്ടിലാണോ കിടപ്പ്? ഇല്ല, വണ്ടിയില്ല. നന്നായി. ഈ നാട് കൊള്ളരുതാത്തതാ. ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത്. നിങ്ങളാരാ? എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ഒരു തെണ്ടി. ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായക്ക് കാശ് ചോദിക്കും. തന്നാ വാങ്ങും, തന്നില്ലെങ്കിൽ വേണ്ട. ഈ നാട്ടുകാരാണോ? ആ, എന്ന് പറയാം. കൈതക്കാടൻ മാത്തു എന്ന് പറയും. ഇപ്പോഴാരും അങ്ങനെ വിളിക്കാറില്ല. ഇന്ന് മേപ്പുള്ളി കൊച്ചുവർക്കിയിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ? അതെന്റേതായിരുന്നു. എന്റെ വീടും അവനെടുത്തു, കാലും അവനെടുത്തു. സങ്കടം പറയല്ല കേട്ടോ, ഒരു സങ്കടവും ഇല്ല. മനസമാധാനേ ഉള്ളൂ. കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫല. കിടക്കാറായെങ്കിൽ പോയിക്കോ. കുറച്ചാളുണ്ടാവും ഇവിടെ. അധികം തങ്ങണ്ട. ഈ നാടിനൊരു പെശകുണ്ട്. വെട്ടാ പിന്നെ വിടില്ല. അട്ട പിടിച്ചതുപോലെയാ. ആ, ബാപ്പാക്ക് പറക്കണം, എന്നാലേ ബാക്കിന് വില ഉണ്ടാവും. ഹാറാൻ പറഞ്ഞാൽ മൂജിമാരം കാട്ടണ്ട. എപ്പോഴും പറയല്ലോ നാട് വിട്ടു പോകൂലെന്ന്. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയി വിളിച്ചാലും അന്നെ നമ്മൾ വിടുവോ? അല്ല, ഈ ഉറുപ്പ് തരുമല്ലയോ? ഞമ്മക്ക് ഇപ്പൊ അറിയണത്. ഇനി ഞമ്മക്ക് ഈ നടപ്പ് പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും. എന്റെ വണ്ടി കട്ടൗട്ട് ചെയ്യുന്നുണ്ട്. അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ഇട്ടിച്ച് തൂപ്പാക്കും. ഈ എന്താണ് ഒന്നും മിണ്ടാത്തത്? അന്നെ തൊള്ളലിന്റെ നാക്കില്ലേ? നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക്. എനിക്കിനും ഒറ്റ വാക്കും ഉണ്ടാനില്ല. അന്നെ നമുക്ക് വെറുതിരിക്കണം. നിങ്ങളെ പറ്റിച്ച് നാട് വിട്ട് പോകുന്നൊന്നുമല്ല ഞാൻ. രവി മരിച്ചറിഞ്ഞോ നിങ്ങൾ? അതൊക്കെ നമ്മൾ അറിഞ്ഞിക്കണം. മനുഷ്യന്മാര് മയ്യത്താവും. അതിപ്പോ ഒരു പുത്തരിയാ? അല്ല, അതിന് ഈ ഇവിടെ പറ്റി കിടക്കുന്ന എന്തിനാ? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ? ഇത്ര കണ്ണീച്ചൊറില്ലാത്തവനാണോ നിങ്ങൾ? രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. ആ പെണ്ണും തള്ളയല്ലാണ്ട് വേറെ ആരുമില്ല അവിടെ. ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവൻ്റെ ഒരു ആശ, താമസിക്കാൻ ഒരു വീട്, അത് ഞാൻ നടത്തി കൊടുക്കും. അതിനുവേണ്ടിയാ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയേ. അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല. വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ. ചന്ദ്രു, ഈ പിണങ്ങിയിരിക്കുക. മോന്ത കണ്ട ചെന്നായിന്റെ മാതിരിയാ. ഉള്ളു കുട്ടികളുടെ പാഹേ. ഇത് പിടി. ഇത് പൊടിയടാ. വാ, പാതിരാക്ക് മുമ്പ് എനിക്കങ്ങ് എത്തണം. വാ വാടാ. എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ നീ? തുടങ്ങി. അതിന് കുറുപ്പി വല്ലതും വേണം? വേണമെങ്കിൽ പറ. വേണ്ട, എൻ്റെ കയ്യിലുണ്ട്.
ഇവിടെ നല്ല പണിയുണ്ട്. ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ച ഇടപാടാ. പിടിച്ചോർത്ത് നിൽക്കൂല. പിന്നെ വല്ലതും വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ. തള്ളണോ? അത് എന്റെ വണ്ടി. എന്റെ വണ്ടിന്റെ വാട്ടറൊക്കെ പുതിയതാ. പോട്ടേടാ. എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ടട്ടോ. വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞാ ഞമ്മള് പോലും അറിയില്ല.